സ്പോർട്സ് ലവർ വയനാട് മീനങ്ങാടി ബോയ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലണ്ട് 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ 2ാം ദിവസത്തെ കംപ്ലീറ്റ് മാച്ച് റിവ്യൂവുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. 2ാം ദിവസം കളി ആരംഭിച്ചപ്പോൾ തന്നെ നമുക്ക് ജഡേജയെ നഷ്ടപ്പെട്ടു. 20 റണ്ണെടുത്ത ജഡേജയാണ് ആദ്യം പുറത്തായത്. രവീന്ദ്ര ജഡേജയുടെ വിക്കറ്റ് കിട്ടിയത് ആർച്ചറിനാണ്. ഹാരി ബ്രൂക്ക് പിടിച്ചാണ് പുറത്താവുന്നത്. പോയതിന് ശേഷം പിന്നെ വന്നത് വാഷിങ്ടൺ സുന്ദറാണ്. വാഷിങ്ടൺ സുന്ദറും താക്കൂറും തമ്മിലുള്ള പാർട്ണർഷിപ്പ് ഒരു 48 റണ്ണോളം മുന്നോട്ട് പോയി. 41 റണ്ണെടുത്ത താക്കൂറിനെ പുറത്താക്കുന്നത് ബെൻ സ്റ്റോക്സ് ആണ്. അതും ഡക്കറ്റ് പിടിച്ചാണ് പുറത്താകുന്നത്. ബെൻ സ്റ്റോക്സിൻ്റെ ബോളിൽ സ്ലിപ്പിലാണ് ഡക്കറ്റ് പിടിക്കുന്നത് കേട്ടോ. സ്ലിപ്പിൽ ക്യാച്ചിലാണ് ഡക്കറ്റ് പിടിക്കുന്നത്. ഒരു നല്ല ക്യാച്ചായിരുന്നു. ഫ്ലൈ ചെയ്താണ് പിടിച്ചത്. ശേഷം വാഷിങ്ടൺ സുന്ദറിന് കൂട്ടായി എത്തിയത് ഇന്നലെ റിട്ടയർഡ് ഹെഡായി പോയ നമ്മുടെ ഋഷഭ് പന്താണ്. ഇന്നലെ റിട്ടയർഡ് ഹെഡായി പോകുമ്പോൾ ഋഷഭ് പന്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന സ്കോർ 37ആണ്. 6 വിക്കറ്റ് പോയി പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഇന്ത്യൻ ടീമിനെ കരകയറ്റാൻ വേദനകൾ പോലും മാറ്റിവെച്ചുകൊണ്ടാണ് ഋഷഭ് പന്ത് വീണ്ടും ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. ഇന്നലത്തേക്കാൾ 17 റണ്ണ് ഇന്ന് ഋഷഭ് പന്ത് കൂടുതലായി നേടി. 54 റൺ. ഇടയിൽ തന്നെ 22 റണ്ണെടുത്ത വാഷിങ്ടൺ സുന്ദറിനെ നമുക്ക് നഷ്ടപ്പെട്ടു. ബെൻ സ്റ്റോക്സിൻ്റെ ബോൾ ക്രിസ് വോക്സ് പിടിച്ചാണ് പുറത്താവുന്നത്. അത് ലോങ് ഓഫിൽ. വാഷിങ്ടൺ സുന്ദർ പോയതിന് ശേഷം കംബോജ് എന്ന് പറഞ്ഞ പുതിയ ഡെബ്യൂട്ടൻ, അതായത് ആദ്യമായിട്ട് ടെസ്റ്റ് കളിക്കുന്ന ബാറ്ററാണ് നമ്മുടെ ഋഷഭ് പന്തിന് കൂട്ടായി എത്തിയത്. പക്ഷേ ഒരു ബോളെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ആ ബോളിൽ ഗോൾഡൻ ഡക്കായിട്ട് കീപ്പറിന് ക്യാച്ച് നൽകി പോകേണ്ടി വന്നു. അതും ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സിന് തന്നെയാണ് വിക്കറ്റ്. കംബോജ് പോയതിന് ശേഷം നമ്മുടെ ഋഷഭ് പന്തിന് കൂട്ടായി വന്നത് ബൂംബറയാണ്. ബൂംബറ 4 റണ്ണ് എടുത്തു നിൽക്കെയാണ് നമ്മുടെ ഋഷഭ് പന്തിൻ്റെ വിക്കറ്റ് ആർച്ചർ എടുക്കുന്നത്. അതും ഋഷഭ് പന്തിൻ്റെ മിഡിൽ സ്റ്റമ്പ് തെറിപ്പിച്ചുകൊണ്ട്. 4 റണ്ണെടുത്ത ബൂംബറയാണ് അവസാനമായി പുറത്താകുന്നത്. ബൂംബറ പോകുന്നത് ആർച്ചറിൻ്റെ ബോളിൽ ഷോർട്ട് ബോളിന് അടിക്കാൻ ശ്രമിക്കവേ ബാറ്റിലൊന്നും ബോൾ ടച്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഗ്ലൗവിൽ ബോൾ ടച്ച് ചെയ്ത് കീപ്പറിന് ക്യാച്ച് നൽകിയാണ് ബൂംബറ പോകുന്നത്. അങ്ങനെ ഇന്ത്യയുടെ സ്കോർ 358 റണ്ണിന് അവസാനിച്ചു 1ാം ഇന്നിങ്സ്. ബോളേഴ്സിൻ്റെ പ്രകടനം എടുത്തു പറയാതിരിക്കാൻ വയ്യ. ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ആണ് മുന്നിൽ നിന്ന് നയിച്ചത്. 5 വിക്കറ്റാണ് ബെൻ സ്റ്റോക്സ് നേടിയത്. പിന്നെ ആർച്ചർ 3, പിന്നെ മറ്റുള്ള ബോളേഴ്സ് ഓരോ വിക്കറ്റും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ സ്കോർ 358 റണ്ണിൽ ഇംഗ്ലണ്ട് ഒതുക്കി എന്ന് തന്നെ നമുക്ക് പറയാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയും ലൈക്ക് ചെയ്യാതെയും കമൻറ്റ് ചെയ്യാതെയും ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി ഒന്നും അമർത്തുക. എന്നാൽ മാത്രമേ ഇനി ഇടുന്ന പുതിയ